ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ മലയോര ഹൈവേകളെ കുറിച്ചാണ്. അതായത് കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് മലയോര ഹൈവേകൾ ഇപ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പണ്ടൊക്കെ ആ റോഡുകളിലൂടെ യാത്ര ചെയ്ത ആളുകൾക്കൊക്കെ മനസ്സിലാവും അതിലൂടെ ഒരുപാട് പൊട്ടിപ്പൊള്ള റോഡുകൾ, അതുപോലെ പാച്ച് വർക്കുള്ള റോഡുകൾ, തീരെ ഫിനിഷിംഗ് ഇല്ലാത്ത റോഡുകളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ നമുക്ക് ആ റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാനും നല്ല രസമുണ്ട്. അപ്പൊ ആ വീഡിയോകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തേക്ക്. ഇതുപോലുള്ള എല്ലാ വീഡിയോസും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ മലയോര ഹൈവേയിലൂടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവമ്പാടി പുല്ലൂരാമ്പാറ റോഡാണ്. അതായത് ഇപ്പം പുല്ലൂരാമ്പാറ ഭാഗത്തുനിന്ന് തിരുവമ്പാടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്താ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിന്. വാഹനങ്ങളൊക്കെ പൊതുവെ ഈ റോഡിൽ കുറവാണ്, മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ. പക്ഷെ റോഡിന്റെ ആ ഒരു നീറ്റ്നെസ് കണ്ടോ, നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് കേരളത്തിലെ ഒരുവിധം മലയോര ഹൈവേകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് നടത്തി ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് മോശം റോഡ് ഉണ്ടെങ്കിൽ പോലും മലയോര ഹൈവേ ഒക്കെ പൊതുവെ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ റോഡുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. നല്ല പച്ചപ്പ്, രണ്ട് സൈഡിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ് നല്ല രസമുണ്ട് റോഡ് കാണാൻ വേണ്ടിയിട്ട്. ഇതിലെ കൂടി യാത്ര ചെയ്യുമ്പോഴൊക്കെ നല്ല സുഖമായിട്ട്. ഇപ്പൊ നല്ല വെയിലുള്ള സമയമാണ്. അപ്പോ എങ്കിൽ പോലും ഈ മരങ്ങളൊക്കെ നല്ല തണലായിട്ട് മാറുന്നുണ്ട് പല സ്ഥലത്തും. ഇതിപ്പോ പൊന്നാങ്കൈ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഈ റൂട്ടിൽ പണ്ടൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും ഈ റോഡിന്റെ ഒക്കെ പണ്ടുള്ള അവസ്ഥ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചതാന്ന് തോന്നുന്നു. കണ്ടിട്ട് സോളാറിന്റെ സ്ട്രീറ്റ് ലൈറ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ സൈഡിൽ മുഴുവനും ഈ റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കൂടുതലും മലയോര പ്രദേശങ്ങളിൽ കൂടുതൽ ഈ കൃഷിയും കാര്യങ്ങളാണല്ലോ ഉണ്ടാവുക. അപ്പോൾ റബ്ബർ, അതേപോലെ തന്നെ പല കൃഷികളും സൈഡിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. എന്തായാലും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഈ തിരുവമ്പാടി ഭാഗത്തുനിന്ന് തന്നെയാണ് ഈ തുരങ്കപാത ഉണ്ടാക്കുന്നത്. അതായത് മേപ്പാടി തിരുവമ്പാടി തുരങ്കപാത ഉണ്ടല്ലോ, കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ചിട്ട്. അത് ഈ തിരുവമ്പാടി എന്ന സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനമൊക്കെ മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ വളരെ കുറവാണ് കേട്ടോ. അതായത് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നമ്മള് സിറ്റിയിലോ അല്ലെങ്കിൽ ടൗൺ ഭാഗങ്ങളിലൊക്കെ പോകുന്ന പോലെ അത്ര വാഹനങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ കാണാറില്ല. ഇവിടൊക്കെ നല്ല കൊക്കോയുടെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും. അപ്പൊ ഈ തിരുവമ്പാടി ഭാഗത്ത് മാത്രമല്ല, ഇവിടെ കോഴിക്കോട് ജില്ലയുടെ ഒരുവിധം ഭാഗങ്ങളിലൊക്കെ ഈ മലയോര ഹൈവേകൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് നിൽക്കുന്നത് പുന്നക്കൽ എന്ന് പറഞ്ഞ ഒരു ടൗണാണ്, ചെറിയൊരു ടൗണാണ്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാലാണ് തിരുവമ്പാടി ഭാഗത്തേക്ക് പോകാൻ പറ്റുക. ഈ റോഡുകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വലിയ കുന്നുകളും മലകളൊക്കെയാണ് ഇവിടെ നമ്മൾ രണ്ട് സൈഡിലായിട്ടും കാണുന്നത്. ഇതൊക്കെ എന്ത് രസാലേ ഇവിടെ ഈ റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അതിനിടയ്ക്ക് കവുങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ രസമുണ്ടെന്നറിയില്ല. ഇതില് നല്ല, അതായത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ട്. ഇവിടെ ഈ ഒരു പാലം നോക്ക്, വഴിക്കട പാലമാണിത്. അപ്പോ ഇവിടെ നല്ല രസമുള്ള ഒരു പാലം കൊണ്ട് രണ്ട് സൈഡിൽ രണ്ട് കൈവരികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മലയോര ഹൈവേയിൽ കൂടുതലും ഈ ഡിസൈനിലാണ് അവര് പാലം ചെയ്തിട്ടുള്ളത്. അത് നല്ല ഭംഗിയായിട്ട്. സാധാരണ നീലയും വെള്ളയും കളറാണ് അധികം കാണാം. പക്ഷെ ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ട് ചുവപ്പും അതുപോലെ ഗ്രേ കളറുമായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്.
പ്രത്യേകത എന്താ വെച്ചാൽ സിറ്റിക്ക് സിറ്റി ഉണ്ട്, മാളുകൾ, അതേപോലെ തന്നെ ബീച്ച് ഉണ്ട്, അതേപോലെ തന്നെ മലയോര ഭാഗങ്ങളും വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ എല്ലാം കൂടിച്ചേർന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. ഇതിപ്പോ നെല്ലാനിച്ചാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ. ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പോലത്തെ സ്ഥലമാണ്. ഇതുപോലുള്ള നാടുകളിലൊക്കെ താമസിക്കുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാല് നമുക്ക് എന്താ പറയാ, നല്ല പീസ്ഫുൾ ആയിരിക്കും. നല്ല എന്താ പറയാ, നല്ലൊരു ശാന്തമായ അന്തരീക്ഷമായിരിക്കും. ജസ്റ്റ് ഈ റോഡിന്റെ ഒക്കെ അവസ്ഥ ഒന്ന് കാണിക്കാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല കേട്ടോ, അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള അപ്ഡേഷൻ ഒന്നും ഇതില് ഇല്ല. ഇവിടെയൊക്കെ ഈ ചെടികളൊക്കെ ഈ റോഡിൽ വരുമ്പോൾ നല്ല ആ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ ഈ വഴിക്ക് വന്നിട്ട് കുറെ കാലങ്ങളായി. അപ്പൊ അന്നൊന്നും ഇത്ര നല്ല റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാ റോഡുകളും മൊത്തത്തില് മാറിപ്പോയിട്ടുണ്ട്. എനിക്ക് ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിലായിരിക്കാം ഈ റോഡുകളൊക്കെ നല്ലോണം മാറി തുടങ്ങിയത്. ഇതിപ്പോ തിരുവമ്പാടി ടൗൺ എത്തി കേട്ടോ. അതായത് പുല്ലൂരാമ്പാറ ഭാഗത്തുനിന്ന് തിരുവമ്പാടി ഭാഗം എൻഡ് ചെയ്യുന്ന ഒരു ഭാഗം, അതായത് തിരുവമ്പാടി ടൗണ്. നമ്മള് തിരുവമ്പാടിയാണുള്ളത്. തിരുവമ്പാടി നിന്ന് ഓമശ്ശേരി വഴിയാണ് കോഴിക്കോടേക്ക് പോകുന്നത്. അപ്പോ തിരുവമ്പാടി ടൗൺ ആണ് ഈ കാണുന്നത്. ടൗണിൽ ചെറിയ കയറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൗണിലൊക്കെ റോഡ് ചെറിയ ഇടുങ്ങിയ റോഡുകൾ തന്നെയാണ്. അത്യാവശ്യം വാഹനങ്ങളുണ്ട് ടൗണിൽ. വലിയ വലിയ കടകളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് കേട്ടോ ടൗണില്. നല്ല ടൗണിന്റെ പ്രത്യേകത, നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുന്നുണ്ട് കണ്ടോ. ഒരു എവിടെയും കച്ചറയോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിപ്പോ ഇവിടെയാണ് തിരുവമ്പാടി ബസ് സ്റ്റാൻഡ് ഉള്ളത്. നമ്മൾ നേരെ അഗസ്ത്യമൊഴി വഴിയാണ് പോകുന്നത്. രണ്ട് സൈഡിലും ഫുട്പാത്തുകളൊക്കെ നല്ല കട്ടയൊക്കെ വിരിച്ച് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇത് UC മുക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് ലെഫ്റ്റിലേക്ക് പോയാൽ മുക്കവും റൈറ്റിലേക്ക് പോയാൽ താമരശ്ശേരി ഓമശ്ശേരി ഭാഗങ്ങളാണ്. അപ്പോൾ ഞാൻ പോകുന്നത് റൈറ്റിലേക്കാണ്, അതായത് ഓമശ്ശേരി ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് ഒരു ജംഗ്ഷനാണ്, മൂന്നുംകോടിയൊരു ജംഗ്ഷൻ. ഒരു പെട്രോൾ പമ്പ് ഒക്കെ ഉണ്ട്. ഈ റോഡ് നേരെ നമ്മൾ പോകുന്നത് ഓമശ്ശേരി ഭാഗത്തേക്കാണ്. ഈ റോഡും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മലയോര ഹൈവേയിൽപ്പെട്ട റോഡുകൾ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇനിയും ഈ വീഡിയോയിലൊക്കെ കാണിക്കാനുള്ളത്. അതായത് സെയിം അതേപോലെ തന്നെയുള്ള റോഡുകൾ തന്നെയാണ് ഇത്. അപ്പൊ എന്തായാലും ഇവിടെ പാലം
ഇതൊക്കെ ആ പഴയ പാലങ്ങൾ തന്നെയാണ് കേട്ടോ. കൈവരിയൊക്കെ കണ്ടോ പഴയ പാലങ്ങൾ. പിന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലൊക്കെ മാത്രമല്ല നമ്മൾ മാറ്റി പണിയേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇതൊന്ന് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തി ആക്കാമായിരുന്നു. തോട്ടത്തിൻകടവ് എന്നൊരു സ്ഥലം. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ പുല്ലൂരാമ്പാറ ഭാഗം മുതൽ തിരുവമ്പാടി ഭാഗങ്ങൾ വരെയൊക്കെയുള്ള റോഡിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. അതായത് നമ്മൾ കുണ്ടും കുഴിയുള്ള റോഡുകളൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. എല്ലാം നല്ല അടിപൊളി റോഡുകളായിരുന്നു. എല്ലാം നല്ല നീറ്റ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന റോഡുകളാണ്. അപ്പോൾ യാത്രയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എന്തായാലും തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇതൊക്കെയാണ് കോഴിക്കോട് ജില്ലയിലെ മലയോര ഹൈവേകളുടെ അപ്ഡേഷൻസ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് മാറ്റങ്ങൾ പണ്ടത്തേക്കാളും ഇപ്പം സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ വാഹനങ്ങൾ പോകുന്നുണ്ട്. അതായത് എന്താ പറയാ, ഒരു നല്ല ഭംഗി അതിലൂടെ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് റോഡുകൾ ഉണ്ട്. ഈ റോഡ് ഇതിപ്പോ മെയിനായിട്ട് തിരുവമ്പാടി ഭാഗങ്ങളാണ് ഞാൻ കവർ ചെയ്തത്. അതുപോലെ കോടഞ്ചേരി ഭാഗങ്ങൾ, അത് ഒരുപാട് റോഡുകൾ ഇതേപോലെ ഫിനിഷ് വർക്കിൽ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ അതിലെ പാലങ്ങളും അതുപോലെ തന്നെ നടപ്പാതകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് റോഡുകൾ ഉണ്ടോ. എല്ലാത്തിനും കുറെ സ്ഥലത്ത് വർക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്, കുറെ സ്ഥലത്ത് വർക്ക് കഴിഞ്ഞതുണ്ട്. എന്തായാലും ഇതൊക്കെ പെട്ടെന്ന് തന്നെ മൊത്തത്തിൽ വർക്ക് തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.